പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ തീവ്രവാദി പരാമർശത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസിന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് മറുപടി നൽകും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ പശ്ചിമബംഗാളിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖർഗെ വിലക്കിയേക്കും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ ലഭിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. വനിതാ സംവരണ വിഷയത്തിൽ ഇന്നും കോൺഗ്രസ് പ്രതിഷേധം തുടരുകയും ചെയ്യും. PR അരവിന്ദ് വിവരങ്ങൾ ചേരുന്നു. അരവിന്ദ്, ഖർഗെയ്ക്ക് ശക്തമായ ഡിഫൻസുമായി കോൺഗ്രസ് രംഗത്തുണ്ട്. ആ നോട്ടീസിന്റെ മറുപടിയിൽ അദ്ദേഹം ഒരു തിരുത്ത് നടത്തിയതാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശം അങ്ങനെയല്ല എന്ന് പറഞ്ഞതാണ്. ആ തിരുത്ത് തന്നെയാകുമോ നോട്ടീസിന്റെ മറുപടി, അതോ ആരോപണം കുറച്ചുകൂടി കടുപ്പിക്കാനാകുമോ കോൺഗ്രസിന്റെ പുതിയ പൊളിറ്റിക്കൽ പ്ലാൻ? അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി അസിത. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് അധ്യക്ഷൻ മറുപടി നൽകേണ്ടത്. ചെന്നൈയിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് പ്രധാനമന്ത്രിയെ ഇത്തരത്തിലൊരു തീവ്രവാദിയായി ആദ്യം മല്ലികാർജ്ജുൻ ഖർഗെ പറയുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു. താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, താൻ നരേന്ദ്രമോദി എല്ലാവരെയും ഭയപ്പെടുത്തുന്നു എന്ന അർത്ഥത്തോടെയാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയെന്ന് ഖാർഗെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെയാണ് BJP നേതാക്കൾ പരാതി നൽകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി ലഭിച്ച ഉടനടി തന്നെ കോൺഗ്രസ് അധ്യക്ഷനെ നോട്ടീസ് അയക്കുകയും ചെയ്തത്. എന്തായാലും 24 മണിക്കൂറാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. 5 മണിക്കുള്ളിൽ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ ബംഗാൾ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിലടക്കം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഒരു പ്രചാരണത്തിനുള്ള വിലക്ക് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കും. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നാണ്. കാരണം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയത്. കോൺഗ്രസും CPM അടക്കമുള്ള പാർട്ടികൾ നൽകിയിരുന്നു. ഇതിനു പുറമെ 700ഓളം പൗരപ്രമുഖരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതികളൊന്നും പരിശോധിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. പക്ഷേ BJP ഒരു പരാതി നൽകിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് കൃത്യമായും ഒരു ഇരട്ടത്താപ്പുന്നതാണ് കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും താളത്തിനനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന ആരോപണം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഉയർത്തിക്കഴിഞ്ഞു. ഇതുകൂടാതെ തന്നെ ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല. SIR-മായി ബന്ധപ്പെട്ട് നിരവധി തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ കൊണ്ടുവരുന്ന പരാതികൾ പരിശോധിക്കാൻ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നതാണ് കോൺഗ്രസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ച നോട്ടീസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയരുകയാണ്. കാരണം ഈ നോട്ടീസിൽ ആദ്യം തൃണമൂൽ കോൺഗ്രസ് MP ആയ ഡെറിക് ഒബ്രിയാനെയും പരാതിക്കാരനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചിരുന്നു. പക്ഷേ പിന്നീട് 10:30 ആദ്യം പുറത്തിറക്കിയ നോട്ടീസ് പിൻവലിക്കുകയും പിന്നീട് പുതിയ നോട്ടീസാണ് BJP നേതാക്കളുടെ പരാതി പേരുവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ കൂടി ഒരു ഭിന്നതയ്ക്ക് ലക്ഷ്യം വെക്കുന്നു എന്ന ആരോപണവും കോൺഗ്രസ് ഉയർത്തുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടരാൻ തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ നൽകും. കാരണം താൻ ഉദ്ദേശിച്ചതല്ല, താൻ നരേന്ദ്രമോദി ഒരു തീവ്രവാദിയായെന്ന അല്ല ഉദ്ദേശിച്ചത്, മറിച്ച് അദ്ദേഹം ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന നിലപാടുകളെയാണ് താൻ ഉദ്ദേശിച്ചെന്ന മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തത വരുത്തും. എന്തായാലും 5 മണിക്കുള്ളിലാണ് ഇതുമായി ബന്ധപ്പെട്ട മറുപടി കോൺഗ്രസ് അധ്യക്ഷൻ നൽകുക. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഏറെ നിർണായകമാകും. ഒരുപക്ഷെ അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി അത് മാറുന്നുണ്ട്, തീവ്രവാദി പരാമർശം. അതിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.